ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഹോം ടൂർ കാണിച്ചു തരുന്ന പോലെ കാണിച്ചു തരുന്ന ഞങ്ങളെ തൊടിയാണ് കേട്ടോ. അതായത് അത്രയും കാടും പൊന്തയും പിടിച്ച് കിടക്കാൻ കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ കിടക്കാറില്ല, കാരണം അച്ഛന് തൊടിയൊക്കെ നല്ല നീറ്റാവണം എന്നുള്ള ഒരാളാണ്. ഒരു പട്ടാളക്കാരനായതുകൊണ്ട് അതിൻ്റെ ഒരു ചിട്ട തൊടിയിൽ കൂടെയും കാണാം കേട്ടോ. പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് ഞങ്ങൾ 2-3 മാസമായി ഈ പണിക്ക് ആളെ വിളിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഭാസ്കരേട്ടൻ വന്നൊരു ദിവസമാണ് കേട്ടോ. ഭാസ്കരേട്ടൻ കഴിഞ്ഞ ദിവസം ഞാൻ പത്തലുപ്പേരി ഉണ്ടാക്കുമ്പോൾ എടുത്ത ആ ഇലയൊക്കെ പറിച്ച സ്ഥലമാണ് ഈ കാണുന്നത് നിങ്ങൾ. അത്രയും കാട് പിടിച്ച സ്ഥലം ഇത്രയും ക്ലീൻ ആക്കിയിട്ട് നല്ല പെർഫെക്റ്റ് ആക്കി തന്നത് ഭാസ്കരേട്ടനാട്ടോ. ഭാസ്കരേട്ടൻ ഇവിടുത്തെ ആളല്ല കേട്ടോ, തമിഴ്നാട്ടുകാരനാണ്. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് പണിയെടുക്കുകയാണ്. നല്ല ക്ലീനാണ്, വൃത്തിയുള്ള പണിയാട്ടോ. അത്രയും പണിയെടുക്കുക ഭാസ്കരേട്ടൻ കേട്ടോ. അതായത് ഒരു നേരെ വിശ്രമമില്ലാതെ അത്രയും പണിയെടുക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ ഒരു കണ്ടീഷനുള്ളൂ, ആൾക്ക് സാമ്പാർ വേണം, അത്രയേ ഉള്ളൂ. നിറച്ച് പൊന്തേന്നു അല്ലേ? മുരിഞ്ഞല്ലേ? പക്ഷെ അത് നല്ല ഉയരത്തിലാകൊണ്ട് ഒന്നും കിട്ടില്ലേ, തോട്ടി വേണം. അവിടെ കറണ്ട് കമ്പി അധീനായതുകൊണ്ടേ. അതാണ് ഫോണ് വിളിച്ചെടുക്കാത്തത്. എന്താ പറ്റി ഫോണിന്? ഡിസ്പ്ലേ വെള്ളത്തിൽ ചാടിയോ? നിലത്ത് ചാടിയോ? അപ്പൊ കുറച്ച് ദിവസം പണി എടുക്കേണ്ടി വരുമല്ലോ. ഇതിപ്പോ ഒരു ദിവസം കൂടി ഉണ്ടാവൂലേ? അങ്ങനെ ഭാസ്കരേട്ടനോട് കുറച്ചു നേരം കുശലം പറഞ്ഞതിന് ശേഷം ആളെ ഫോണ് പൊട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി നേരാക്കാൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഇനി 2-3 ദിവസത്തെ ജോലി ചെയ്ത പൈസ വേണം ശരിയാക്കാനെന്നാണ് കേട്ടോ പറയണത്. പിന്നെ അവിടെ കുറേ മുരിഞ്ഞുണ്ട്, ഭാസ്കരേട്ടൻ അതൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അറിയാം അവിടെ കുറേ മുരിഞ്ഞുണ്ട്, ഞങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ ഒന്നും കിട്ടില്ല, അത്രയും ഉയരത്തിലുണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ അവർ വെട്ടി തന്നു കേട്ടോ. പിന്നെ നേരെ തൊടി കൂടെ പോയി കുറച്ച് ചീനമുളകൊക്കെ പറിച്ചു, പിന്നെ കുറച്ച് മുരിഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ മുരിഞ്ഞും പറിച്ചു. പിന്നെ അതേപോലെ തന്നെ ഭാസ്കരേട്ടൻ അവിടെ നിന്ന് ഒരു കായക്കൊല ഇങ്ങനെ ഒടിഞ്ഞു കിടന്നിരുന്നു കേട്ടോ, അതും എടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. മുരിഞ്ഞ ഒരു തേങ്ങ അരച്ചൊരു കറി വെച്ചു, അതുപോലെ കായ ഉപ്പേരി വെച്ചു. ഏട്ടൻ കുറച്ച് ഉള്ളി കൊടുന്നു, അപ്പോൾ അതുകൊണ്ടൊരു സമ്മതി ഉണ്ടാക്കി കേട്ടോ. പക്ഷേ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഭാസ്കരേട്ടന് സാമ്പാർ മസ്റ്റാണ്, കാരണം എപ്പോഴും വരുന്നതിൻ്റെ തലേ ദിവസം വിളിച്ച് പറയും സാമ്പാർ വേണം കേട്ടോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കി കേട്ടോ.